Meet the editors. തൃശൂർ പൂരം അലങ്കോലമാക്കിയതിൽ സിറ്റി പോലീസ് കമ്മീഷണറെ പഴിചാരി അന്വേഷണ റിപ്പോർട്ട്. അനുനയിപ്പിക്കുന്നതിൽ കമ്മീഷണർക്ക് വീഴ്ച സംഭവിച്ചുവെന്നാണ് ADGPയുടെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത്. റിപ്പോർട്ട് UDFനൊപ്പം CPIM തള്ളിയതോടെ സർക്കാർ പ്രതിസന്ധിയിലായി. അതേസമയം തൃശൂർ പൂരം അലങ്കോലപ്പെട്ട സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് പ്രക്ഷോഭത്തിന് തയ്യാറെടുക്കുകയാണ് പ്രതിപക്ഷം. റിപ്പോർട്ട്. പൂരം കലക്കിയ സംഭവത്തിൽ ബാഹ്യ ഇടപെടലില്ലെന്നാണ് ADGP M. R. അജിത് കുമാർ DGPക്ക് നൽകിയ റിപ്പോർട്ടിലെ കണ്ടെത്തൽ. വീഴ്ച സംഭവിച്ചത് അന്നത്തെ സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകിന് മാത്രമാണെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. അനുനയിപ്പിക്കാൻ കമ്മീഷണർക്ക് കഴിഞ്ഞില്ലെന്നാണ് കുറ്റപ്പെടുത്തൽ. പൂരം അലങ്കോലപ്പെട്ടതിന്റെ പഴി കമ്മീഷണർക്ക് മേൽ ചാർത്തി വിവാദം അവസാനിപ്പിക്കാനാണ് നീക്കം. ADGPയുടെ റിപ്പോർട്ട് പൂർണ്ണമായും തള്ളുകയാണ് CPIയും UDF നേതൃത്വവും. ബാഹ്യ ഇടപെടലുണ്ടെന്ന ആരോപണം VS സുനിൽകുമാർ ആവർത്തിച്ചു. അങ്ങനെ ഒരു സംഗതി ഉണ്ടാവണമെങ്കിൽ അതിനകത്ത് ബാഹ്യ ഇടപെടൽ ഉണ്ടെന്നുള്ളതും അതിന് പിന്നിൽ രാഷ്ട്രീയമായി താല്പര്യം വെച്ചുകൊണ്ടുള്ള ഇടപെടലായിരുന്നു എന്നുള്ളത് എനിക്ക് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. ഇനി റിപ്പോർട്ടിൽ എന്താണ് പറയാൻ പോകുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് എനിക്ക് പറയാൻ പറ്റില്ല. പൂരം അലങ്കോലപ്പെടുന്നതിൻ്റെ പിന്നിൽ ഒരുപാട് ആലോചിച്ച് തീരുമാനിച്ച സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് പൂർണ്ണമായിട്ടും ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. ആരോപണ വിധേയനായ ADGP തട്ടിക്കൂട്ടി ഉണ്ടാക്കിയതാണ് റിപ്പോർട്ടെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. തൃശൂർ പൂരം അലങ്കോലപ്പെട്ട സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. പൂരം കലക്കിയത് ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ്. ആ ഗൂഢാലോചനയിൽ പങ്കാളികളായി അതിന് നേതൃത്വം കൊടുത്ത ആള് തന്നെ ആ റിപ്പോർട്ട്, അത് അറിയാവുന്ന ആൾക്ക് ആ റിപ്പോർട്ട് കൈമാറിയിരിക്കുന്നു. അതുകൊണ്ട് ഈ റിപ്പോർട്ടിന് യാതൊരു പ്രസക്തിയില്ല. പൂരം കലക്കിയതിനെ കുറിച്ചുള്ള ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്ന് ഞങ്ങൾ ശക്തമായിട്ട് ആവശ്യപ്പെടുകയാണ്. ADGP M. R. അജിത് കുമാർ RSSന്റെ ഏജന്റാണെന്ന് K. മുരളീധരൻ ആഞ്ഞടിച്ചു. തൃശൂർ പൂരം രാഷ്ട്രീയ ആയുധമാക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. 3 പ്രധാനപ്പെട്ട കക്ഷികളും ഏതാണ്ട് ഒരേ ആവശ്യത്തിൽ എത്തി നിൽക്കുമ്പോൾ എന്തിനാണ് മുഖ്യമന്ത്രിക്ക് ഇത്ര വാശി? എന്തിനാ? ഏതായാലും പൂരം കലക്കിയത് അന്നത്തെ ചർച്ചയുടെ ഭാഗമാണ്. BJPക്ക് എങ്ങനെ ഒരാളെ ജയിപ്പിക്കുക എന്നുള്ള ചർച്ചയുടെ തുടക്കമായിരുന്നു അന്ന് നടന്നതെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. പ്രതിപക്ഷത്തിനൊപ്പം CPI സ്വീകരിച്ച നിലപാട് സർക്കാരിനെ വെട്ടിലാക്കി. പൂരം അലങ്കോലപ്പെട്ടതിന്റെ നേട്ടം BJPക്ക് ലഭിച്ചെന്ന ആരോപണങ്ങളാണ് CPIM നേതൃത്വത്തെ പ്രതിരോധത്തിലാക്കുന്നത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം. അങ്കിത്തിൽ അവസാനിക്കുമോ എന്നാണ് ചോദ്യം. ഉണ്ണിബാലകൃഷ്ണൻ, ഒരാഴ്ചക്കുള്ളിൽ DGP റിപ്പോർട്ട് കൊടുക്കണമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി 5 മാസത്തിനു ശേഷമാണ് ആ റിപ്പോർട്ട് ഇന്ന് സ്വീകരിച്ചിരിക്കുന്നത്. ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നതിൽ എല്ലാം നമുക്കറിയില്ലെങ്കിലും പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങളിൽ 3 കാര്യങ്ങളിൽ ഒരെണ്ണം എല്ലാം അങ്കിത്തിൻ്റെ ഏകോപന പിഴവാണ് എന്നാണ്. ബാഹ്യ ഇടപെടലില്ല എന്നാണ്. പൂരം അട്ടിമറിക്കാൻ ആരും ഗൂഢാലോചന നടത്തിയിട്ടില്ല എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നതായി നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു നടപടിയും ആ അർത്ഥത്തിൽ ഇതിൽ കൂടുതൽ കമ്മീഷണറെ മാറ്റിയതിൽ തുടർന്ന് ഇനിയൊരു നടപടിയും ഉണ്ടാവാൻ പോകുന്നില്ല. ആ ചാപ്റ്റർ ക്ലോസ്ഡ് ആവാൻ പോവുകയാണോ, അങ്കിത്തിൽ അവസാനിക്കുകയാണോ? അങ്കിത്തിൽ അവസാനിക്കും എന്നാണ് എൻ്റെ മറുപടി. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ എന്താണ് യഥാർത്ഥത്തിൽ അന്വേഷിക്കപ്പെട്ടത്? പൂരത്തിൽ ഒരു അട്ടിമറി ഉണ്ടായോ എന്നാണ്. നമുക്കിപ്പോൾ ലഭ്യമായിട്ടുള്ള അറിവ് വെച്ച് പറഞ്ഞാൽ പൂരം അട്ടിമറിക്കപ്പെട്ടിട്ടില്ല എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ അതിൻ്റെ സപ്ലിമെൻ്ററി ആയിട്ടുള്ള രണ്ടാമത്തെ ചോദ്യം നിലനിൽക്കുന്നേയില്ല. ബാഹ്യ ഇടപെടൽ ഉണ്ടായോ? ബാഹ്യ ഇടപെടലും ഉണ്ടായിട്ടില്ല. ആ അർത്ഥത്തിൽ ഈ പൂരത്തിൻ്റെ കലക്കൽ അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രതിസ്ഥാനത്തുള്ള ഏക വ്യക്തി എന്ന് പറയുന്നത് അങ്കിത് അശോക് മാത്രമാണ്. അദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ടായി കഴിഞ്ഞല്ലോ. കാരണം അദ്ദേഹത്തെ ജൂൺ 10-ാം തീയതി തൃശ്ശൂരിലെ കമ്മീഷണർ സ്ഥാനത്തു നിന്നും മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഏപ്രിൽ 21-ാം തീയതി തന്നെ മുഖ്യമന്ത്രി അത് പ്രഖ്യാപിക്കുന്നുണ്ട്. അദ്ദേഹത്തെ മാറ്റും. അദ്ദേഹത്തെ മാത്രമല്ല, അസിസ്റ്റന്റ് കമ്മീഷണറായിട്ടുള്ള സുദർശനെ മാറ്റുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു, മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. എന്നാൽ തിരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ നിലവിലുള്ള സാഹചര്യത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അനുമതി വേണമായിരുന്നു. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അങ്ങനെ ഒരു അനുമതി കൊടുത്തില്ല. ജൂൺ 4-ാം തീയതി കൗണ്ടിംഗ് കഴിഞ്ഞോടുകൂടി തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടമെല്ലാം മാറി. ജൂൺ 10-ാം തീയതി സർക്കാർ ഓർഡർ പുറത്തിറക്കി. അതിനകത്ത് അങ്കിത് അശോകിന് മാത്രമല്ല മറ്റു പലർക്കും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ അങ്കിത് അശോകിനെയും മാറ്റിയിട്ടുണ്ട്. ആ അർത്ഥത്തിലൊരു നടപടിയും നേരിട്ടിട്ടുണ്ട്. ഇനി തുടർ നടപടികൾ എന്തെങ്കിലും ഈ റിപ്പോർട്ടിലെ വെളിച്ചത്തിൽ ഉണ്ടാകുമോ? ഉണ്ടാകില്ല. അതിൻ്റെ കാര്യം എന്താണ്? ഒറ്റ കാര്യമേ ഉള്ളൂ. അങ്കിത് അശോകിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എന്താണ്? അനുനയിപ്പിക്കാനുള്ള ശ്രമം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായില്ല, അല്ലേ? പരാതിക്കാരെ അതുപോലെ തന്നെ ഭക്തരെ അനുനയിപ്പിക്കാനുള്ളൊരു ശ്രമം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. അതൊരു ഗുരുതരമായ വീഴ്ചയൊന്നുമല്ല. എന്ന് മാത്രവുമല്ല, ആ റിപ്പോർട്ടിലുള്ളതായി ഞാൻ മനസ്സിലാക്കുന്നത് ഹൈക്കോടതിയുടെ നിർദ്ദേശങ്ങൾ നടപ്പാക്കാനാണ് കമ്മീഷൻ ശ്രമിച്ചത്. ഹൈക്കോടതിയുടെ കർശനമായ നിർദ്ദേശങ്ങൾ ഈ പൂരവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ആനകളുടെ കാര്യത്തിൽ, ആനകളുമായി ഭക്തർക്കിടയിൽ ഉണ്ടാകേണ്ട അകലത്തിൻ്റെ കാര്യത്തിൽ, ആനകളുടെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ, അങ്ങനെയൊക്കെ ഒട്ടേറെ നിർദ്ദേശങ്ങൾ ഏപ്രിൽ 14-ാം തീയതിയാണെന്ന് തോന്നുന്നു
കേരള ഹൈക്കോടതി പുറപ്പെടുവിച്ചിരുന്നു. അപ്പോൾ ആ ഹൈക്കോടതി നിർദ്ദേശങ്ങൾ അക്ഷരം പ്രതി നടപ്പിലാക്കാൻ ശ്രമിച്ചൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഈ കമ്മീഷണർ എന്നുകൂടി ഈ റിപ്പോർട്ടിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്നാൽ അനുനയിപ്പിക്കുന്നതിൽ, അത് നടപ്പാക്കുമ്പോൾ പാലിക്കേണ്ട ചില അനുനയ സ്വഭാവങ്ങളിൽ അദ്ദേഹം വീഴ്ച വരുത്തി എന്നുള്ളതാണ്. അപ്പോൾ യാതൊരു കാരണവശാലും അങ്കിതിനെതിരെ തുടർന്നൊരു നടപടി ഉണ്ടായിട്ടില്ല. ഓൾറെഡി ഒരു നടപടി ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു. പ്രശ്നം അതൊന്നുമല്ലല്ലോ. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇന്നിപ്പം ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റായി എടുക്കുന്ന ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് VS സുനിൽകുമാറിൻ്റെതാണ്. VS സുനിൽകുമാർ ഈ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ മത്സരിച്ച ഇടതുപക്ഷ സ്ഥാനാർത്ഥിയാണെന്ന് മാത്രമല്ല, ഒന്നാം പിണറായി സർക്കാരിൽ കാർഷിക വകുപ്പ് മന്ത്രിയായിരുന്ന ഒരാളുമാണ്. അദ്ദേഹം ഉത്തരവാദിത്തപ്പെട്ട CPIയുടെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളുമാണ്. അദ്ദേഹം ഇന്നെന്താ പറഞ്ഞത്? അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ തന്നെ ഉദ്ധരിച്ചാൽ വ്യക്തമായ ഗൂഢാലോചനയും ബാഹ്യമായ ഇടപെടലും ഉണ്ടായി എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. വ്യക്തമായ ഗൂഢാലോചനയും ബാഹ്യമായ ഇടപെടലും ഉണ്ടായി എന്ന് തന്നെ VS സുനിൽകുമാർ കരുതുന്നു. ആ അഭിപ്രായക്കാരനാണ് കേട്ടോ ഞാൻ. അതിൻ്റെ കാര്യം ഞാൻ പറയാം. രണ്ടാമത് ഇപ്പോൾ സ്മൃതിയുടെ ചർച്ചയിൽ K മുരളീധരൻ പറയുന്നൊരു കാര്യമുണ്ട്. ഞങ്ങൾക്ക് ഈ ADGP അജിത് കുമാറിനെ അന്ന് സംശയം ഉണ്ടായിരുന്നില്ല. പൂരം കലക്കി എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ആർക്കും സംശയമില്ല. അതിൻ്റെ പിന്നിൽ ഒരു ഗൂഢാലോചന ഉണ്ടായിരുന്നു എന്ന കാര്യത്തിലും സംശയമില്ല. എന്നാൽ അന്ന് ഞങ്ങൾ ADGP അജിത് കുമാറിനെ സംശയിച്ചിട്ടില്ല. എന്നാൽ ദത്താത്രേയ ഹൊസബുളയുമായുള്ള കൂടിക്കാഴ്ചയുടെ വിവരം പുറത്തു വന്നതിന് ശേഷം ഞങ്ങൾക്ക് അജിത് കുമാറിനെ സംശയമുണ്ട്. അത് തന്നെയാണ് അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വിചാരിക്കും, നമ്മളെപ്പോഴും പെട്ടെന്ന് പറയുന്നൊരു കാര്യമുണ്ട്, 2024 ഏപ്രിൽ 26 നടക്കാനിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് 2023 മെയ് മാസം, അതായത് 11 മാസം മുമ്പ് നടക്കുന്നൊരു കൂടിക്കാഴ്ചയിൽ ഒരു ധാരണ ഉണ്ടാകുമോ? അത്ര ഏർലി സ്റ്റേജിൽ ഈ പ്ലാനിംഗ് ഉണ്ടാകുമോ? ഞാൻ 1-2 കാര്യങ്ങൾ വിശദമാക്കാം. ഒന്ന്, 2023 മാർച്ച് 12 2023 മാർച്ച് 12 അമിത്ഷാ തൃശ്ശൂരിലെത്തിയതിനു ശേഷം ഒരു ദിവസം നീണ്ടുന്ന സന്ദർശനമാണ്. അതിനൊരു കാരണമുണ്ട്. ഈ 2024 നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ 2019 വിജയിക്കാത്ത 160 മണ്ഡലങ്ങൾ BJP ഐഡൻറ്റിഫൈ ചെയ്തിരുന്നു. 160 മണ്ഡലങ്ങളിൽ ജയസാധ്യതയുണ്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിരുന്നു. അതിൽ 40 മണ്ഡലങ്ങളുടെ ചുമതല ഏൽപ്പിച്ചിരുന്നത് അമിത്ഷായായിരുന്നു. അതിൽ 2 മണ്ഡലങ്ങൾ കേരളത്തിൽ നിന്നായിരുന്നു. ഒന്ന് തൃശ്ശൂർ, 2 തിരുവനന്തപുരം. 2023 മാർച്ച് 12 അതായത് ഒരു വർഷം മുമ്പ് തൃശ്ശൂരിൽ എത്തുന്ന അമിത്ഷാ 3 മണിക്ക് ജോയ്സ് പാലസ് എന്നുള്ള ഹോട്ടലിൽ പാർലമെൻ്ററി മണ്ഡലത്തിലെ അംഗങ്ങളുടെയും അതിൻ്റെ നേതാക്കളുടെയും ഒരു യോഗം നടത്തുന്നു 3 മണിക്ക്. അതിനുശേഷം 4:30 മണിക്ക് തേക്കിൻകാട് മൈതാനത്ത് പ്രസംഗിക്കുന്നു. ആ വേദിയിൽ സുരേഷ് ഗോപി ഉണ്ടായിരുന്നു. സുരേഷ് ഗോപിയെ അനൗദ്യോഗികമായി ഒരു വർഷം മുമ്പ് ഈ പറയുന്ന BJP അവിടെ പ്രഖ്യാപിച്ചു, സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു. അവിടെ തീരുന്നില്ല. മാർച്ച് മാസം 12 ഈ സന്ദർശനമേ. ഏപ്രിൽ 9, തൊട്ടടുത്ത മാസം ഏപ്രിൽ 9 നരേന്ദ്രമോദി ഡൽഹിയിലെ സേക്രഡ് ഹാർട്ട് കത്തീഡ്രൽ സന്ദർശിച്ചു. നിങ്ങൾക്കൊക്കെ ആ പടം ഓർമ്മയുണ്ടാവുമല്ലോ. അദ്ദേഹം ആ പള്ളിയിൽ പോയി പ്രാർത്ഥന നടത്തുക മാത്രമല്ല, അവിടെ മരങ്ങളും വെച്ച് പിടിപ്പിച്ചു. അതിനുശേഷം ഇവിടുത്തെ സഭയിലെ ആളുകളുമായി സംസാരിക്കുന്നതിന് വേണ്ടി 2-3 സംഘങ്ങളെ ഉണ്ടാക്കി. നോക്കൂ, എത്ര ഏർലി പ്ലാനിംഗ് ആണ് അവർ ഈ നടത്തുന്നതെന്ന് പറയുന്നത്. ഇത് മാത്രമല്ലല്ലോ, ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ തൃശ്ശൂർ കേട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ? കഴിഞ്ഞ 5 വർഷമായിട്ട് ആ പാർട്ടിയുടെ ജില്ലാ ഘടകോടെ ചെയ്തുകൊണ്ടിരുന്ന കാര്യം എന്താ അറിയാമോ? പുതിയ വോട്ടർമാരെ കൊണ്ട് ഉയർത്തും എന്നുള്ളതാണ്. 70,000-ഓളം വോട്ടർമാർ കഴിഞ്ഞ 5 വർഷം കൊണ്ട് BJP പാലക്കാട് നിന്ന്, മലപ്പുറത്ത് നിന്ന്, കോട്ടയത്ത് നിന്ന് വരെ ആളുകളെ വോട്ടർമാരായിട്ട് അവിടെ പട്ടികയിൽ ചേർത്തു. എവിടെ? ഇരിങ്ങാലക്കുട, പൂങ്കുന്നം, ഈ ഭാഗങ്ങളിലൊക്കെയുള്ള പണി തീർന്നിട്ടില്ലാത്ത കൺസ്ട്രക്ഷനിലുള്ള ഫ്ലാറ്റുകളുടെ അഡ്രസ്സ് വെച്ചിട്ടാണ്. ഇതൊരു പ്രധാനപ്പെട്ട അലിഗേഷനായിട്ട് ഈ പാർട്ടികൾ ഉന്നയിച്ചിട്ടുണ്ട്. സുരേഷ് ഗോപിയുടെ കുടുംബത്തിലെ അംഗങ്ങൾ മാത്രമല്ല, എല്ലാ ബന്ധുക്കൾക്കും അവിടെ വോട്ടുണ്ടായിരുന്നു. തൃശ്ശൂർ മണ്ഡലത്തിൽ വോട്ടുണ്ടായിരുന്നു. അവർ നിരന്ന് വോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന പ്ലാനിങ് എന്ന് പറയുന്നത് ഒരു വർഷം മുമ്പ് തന്നെ അവർ ആരംഭിച്ചിരുന്നു. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ലളിതമല്ല BJPയുടെ ഇലക്ഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. 2 തരം ഇലക്ഷൻ സ്ട്രാറ്റജി ഉണ്ട്. ഒന്ന്, മാക്രോ ലെവൽ പ്ലാനിങ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. മാക്രോ ലെവലിലാണ് കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക. അത് അവരുടെ നയങ്ങളായിട്ട്, മാനിഫെസ്റ്റോ ആയിട്ട് ഒക്കെ വരും. മൈക്രോ ലെവൽ പ്ലാനിങ് ഉണ്ട്. ഈ മൈക്രോ ലെവൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും സൂക്ഷ്മമായ പ്ലാനിങ് ആണ്. അവിടെ ഏതൊക്കെ വിഭാഗങ്ങളെ സ്വാധീനിക്കണം, അതിന് ഏതൊക്കെ തരത്തിലുള്ള പാലങ്ങൾ നിർമ്മിക്കണം, ആരെയൊക്കെ ചുമതലപ്പെടുത്തണം, ഈ കാര്യത്തിലൊക്കെ വ്യക്തമായ പ്ലാനിംഗ് ഉള്ള ഒരു പാർട്ടിയാണെന്നേ ഈ പറയുന്ന BJP. അതുകൊണ്ട് ഈ ദത്താത്രേയ ഹൊസബോളയുമായി എപ്പോഴാണ് കൂടിക്കാഴ്ച നടക്കുന്നത്? ഇന്ന് നമുക്ക് ആ ടൈം ലൈനിലൊന്ന് പരിശോധിച്ച് നോക്കിയേ. മാർച്ച് 12 അമിത്ഷാ വരുന്നു. ഏപ്രിൽ 9 നരേന്ദ്രമോദി ഈ പറയുന്ന സേക്രഡ് ഹാർട്ട് കത്തീഡ്രലിൽ പോകുന്നു. മെയ് മാസം 22 ഈ കൂടിക്കാഴ്ച നടക്കുന്നത്. അതിൻ്റെ അടുത്ത മാസമാണ് ഈ കൂടിക്കാഴ്ച നടക്കുന്നത്. അപ്പോൾ ഈ 22 നടക്കുന്ന കൂടിക്കാഴ്ചയിൽ ഞാൻ ആരോപിക്കുന്നില്ല കേട്ടോ, അങ്ങനെ ആരും തെറ്റിദ്ധരിക്കുകയും വേണ്ട. പിണറായി വിജയൻ നേരെ പോയിട്ട് അജിത് കുമാറിനോട് പറഞ്ഞു, ഹൊസബുളയെ പോയി കണ്ടോളൂ, എന്നിട്ട് നമ്മൾ ഈ പൂരം അങ്ങോട്ട് കലക്കിക്കളയും, അതുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന കരുവന്നൂർ അടക്കമുള്ള കേസുകളിൽ നിന്ന് വിഡ്രോ ചെയ്യണം എന്ന് പറയും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അങ്ങനെ ഒരു ദൂതുമായി ഞാൻ ആരെയും പറഞ്ഞു വിട്ടിട്ടില്ല എന്നും പിണറായി വിജയൻ പറയുന്നു. ഒപ്പം തന്നെ അദ്ദേഹം പറയുന്നു, ഏതെങ്കിലും രാഷ്ട്രീയ ദൗത്യം ഏതെങ്കിലും പോലീസുകാരെ ഏൽപ്പിക്കുന്ന ഒരു പരിപാടി CPM-നും ഇല്ല, കമ്മ്യൂണിസ്റ്റുകൾക്കും ഇല്ല
എന്ന് പറയുന്നു. ഞാനത് സമ്മതിക്കുന്നു. പക്ഷേ അജിത് കുമാർ ദത്താത്രേയ ഹൊസബോളയുമായി കൂടിക്കാഴ്ച നടത്തിയതിൻ്റെ വിശദാംശങ്ങൾ അറിഞ്ഞാൽ മാത്രമേ ഈ പറയുന്ന രാഷ്ട്രീയ ഗൂഢാലോചന എന്ന് VS സുനിൽകുമാർ സംശയിക്കുന്ന, KM മുരളീധരൻ സംശയിക്കുന്ന ചോദ്യത്തിന് മറുപടിയാകൂ. വേറൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞേക്കാം. 2021 കേട്ടോ കരുവന്നൂർ കേസിൽ ED അന്വേഷണം പ്രഖ്യാപിക്കുന്നത്. 2021 നോക്കോളൂ. അപ്പോൾ ആ കരുവന്നൂർ എത്ര വലിയ ഫാക്ടറായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ. അപ്പോൾ ഇത്രയും വളരെ സ്ട്രാറ്റജിക്കലായിട്ട് കൃത്യമായ അത് ഏറ്റെടുത്ത് ആ പദയാത്രയും നടത്തി. ഞാൻ പറയുന്നത് ഇതൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി BJP ചെയ്യുന്നൊരു കാര്യമാണ്. ഞാൻ ഓരോ കാര്യം കൂടി പറഞ്ഞിട്ട് ഇത് അവസാനിപ്പിച്ചേക്കാം. 2014 തെരഞ്ഞെടുപ്പിൽ, നരേന്ദ്രമോദി ആദ്യമായി പ്രധാനമന്ത്രിയാവുന്ന തെരഞ്ഞെടുപ്പിൽ 2013 അമിത്ഷാ ഇതിൻ്റെ ചുമതലക്കാരൻ, അതായത് ഉത്തർപ്രദേശിൻ്റെ ചുമതലക്കാരനായിട്ട് പോകുന്നത് ജൂൺ മാസമാണെന്നാണ് എൻ്റെ ഓർമ്മ. 2013 ജൂണിൽ ഉത്തർപ്രദേശ് എന്ന് പറയുന്ന ഒരൊറ്റ സംസ്ഥാനത്തിൻ്റെ ചുമതലക്കാരനായിട്ട് അമിത്ഷായെ നിയോഗിക്കുന്നു നരേന്ദ്രമോദി. ഒരു വർഷം മുമ്പാണ് കേട്ടോ. 2013 സെപ്റ്റംബർ മാസം അവിടെ ഒരു വലിയ കലാപം നടന്നത് നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടല്ലോ. മുസാഫർ നഗർ കലാപം എന്നാണ് അതിന് പറയുന്നത്. മുസാഫർ നഗർ കലാപത്തിൽ 62 പേരാണ് കൊല്ലപ്പെട്ടത്. 62 പേര്. ആ കലാപം ആരൊക്കെ തമ്മിലായിരുന്നു? ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലായിരുന്നു. 62 പേര് കൊല്ലപ്പെട്ടെന്ന് മാത്രമല്ല, 10,000-കണക്കിന് ആളുകൾ അവിടെ നിന്ന് പലായനം ചെയ്തു പോയി. അതായത് 2013 ജൂണിൽ അമിത്ഷാ അവിടെ ജനറൽ സെക്രട്ടറി ആയിട്ട് ചാർജ് എടുക്കുന്നു. അതേ വർഷം 2 മാസം കഴിയുമ്പോൾ അവിടെ ഏറ്റവും വലിയ കലാപം, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വർഗീയ സംഘർഷങ്ങളിലൊന്നാണ് ഈ മുസാഫർ നഗർ കലാപം എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാവോ 2012 എത്ര ശതമാനമായിരുന്നു ഉത്തർപ്രദേശ് അസംബ്ലിയിൽ BJPയുടെ വോട്ടെന്നറിയാവോ? 15%. 2012, അതായത് 2014 പൊതു തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് 2 വർഷം മുമ്പ് BJPയുടെ വോട്ട് പെർസെൻറ്റേജ് 15% അവരവിടെ തകർന്നറിഞ്ഞൊരു പാർട്ടിയായിരുന്നു. 2014 തെരഞ്ഞെടുപ്പിൽ 42% BJPയുടെ വോട്ട് പെർസെൻറ്റേജ്. എത്ര സീറ്റാണ് കിട്ടിയത്? 80 സീറ്റ്, 71 സീറ്റ്. ഈ നമ്പർ ഓഫ് സീറ്റ് വളരെ പ്രധാനമാണ്. കാരണം അറിയാവോ, 2014 കോൺഗ്രസിന് ആകെ രാജ്യത്ത് കിട്ടിയ സീറ്റ് എത്രയാ? 44 സീറ്റ് ആകെ ഈ രാജ്യത്തുനിന്ന്. കോൺഗ്രസിന് കിട്ടിയ 44 സീറ്റ്. അന്ന് UPA ഉണ്ട്. UPAക്ക് മൊത്തം കിട്ടിയ എത്ര സീറ്റാണെന്നറിയോ? 59 സീറ്റ്. അപ്പോൾ ഈ പറയുന്ന ഉത്തർപ്രദേശ് എന്ന് പറഞ്ഞ ഒറ്റ സ്റ്റേറ്റിൽ നിന്ന് അമിത്ഷാ നേടിയെടുത്ത സീറ്റുകൾ എത്രയാണെന്നറിയോ? 71 സീറ്റ്. ആ ഒറ്റ കാരണം കൊണ്ടാണ് യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി ഭൂരിപക്ഷത്തോടുകൂടി, അതായത് സിംഗിൾ പാർട്ടി മെജോറിറ്റി ആയിട്ട് അധികാരത്തിൽ വരുന്നത്. അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന BJPയുടെ ഏർലി സ്ട്രാറ്റജി മേക്കിംഗ് ഉണ്ടല്ലോ, വളരെ മുൻകൂട്ടി തന്നെ കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുക, അത് സൂക്ഷ്മതലത്തിൽ ആസൂത്രണം ചെയ്യുക എന്നുള്ളതിൽ ഒട്ടും വിശ്വാസക്കുറവുള്ള ഒരാളല്ല. എന്ന് മാത്രമല്ല, ഇന്ത്യയിൽ ഏറ്റവും സൂക്ഷ്മതയോടെ ഇത്തരം ആസൂത്രണം നടത്തുന്ന പാർട്ടി എന്നുള്ള നിലയ്ക്ക് നമ്മളൊക്കെ ആരാധനയോടെ കാണണം BJP എന്നാണ് ഞാൻ പറയുന്നത്. അവരുടെ ആശയങ്ങളെക്കുറിച്ചല്ല, മറിച്ച് അവരുടെ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ ഒരു രീതിയുണ്ട്, ഒരു മെത്തഡോളജി ഉണ്ട്. ആ മെത്തഡോളജി എന്ന് പറയുന്നത് വളരെ വളരെ സൂക്ഷ്മമാണ്. ഞാൻ ഈ കാര്യത്തിൽ ദത്താത്രേയ ഹൊസബോളയുമായി അജിത് കുമാർ നടത്തിയ ഈ കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ അറിഞ്ഞാൽ മാത്രമേ ഇതിൻ്റെ പിന്നിലെ രാഷ്ട്രീയ ചോദ്യങ്ങൾക്ക് ഉത്തരവാകുമെന്ന് വിചാരിക്കുന്ന ഒരാളാണ്. അതൊരു കാരണവശാലും വരില്ല. അത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചേക്കാം. കാരണം എന്താണെന്നറിയാവോ, ഇത് വളരെ സാങ്കേതികമായ ഒരു പ്രശ്നമായിട്ടാണ് അവസാനിക്കുക. ഇതിപ്പോൾ ഓൾറെഡി തന്നെ സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ ഒരു റിപ്പോർട്ടുണ്ടല്ലോ, അത് ഇൻഫോർമലായിരുന്നു, പേഴ്സണലായിരുന്നു. അതിനപ്പുറത്തേക്ക് എന്ത് അന്വേഷിക്കാൻ കഴിയും? ഈ വിഷയത്തിൽ ഒന്നും അന്വേഷിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഈ രാഷ്ട്രീയ ഗൂഢാലോചന അഥവാ ബാഹ്യ ഇടപെടൽ എന്നൊരു പ്രശ്നം DGPയുടെ അന്വേഷണത്തിലൂടെ പുറത്തു വരില്ല. അത് രണ്ടുപേരിൽ ആരെങ്കിലും ഒരാൾ എപ്പോഴെങ്കിലും ഇത് കൺഫസ് ചെയ്യണം. അതൊന്ന് ഹൊസബോളയാണ്, അങ്ങനെ ഒരു കൺഫഷൻ പ്രതീക്ഷിക്കേണ്ട. അജിത് കുമാറിനെ എന്തെങ്കിലും വെളിപ്പെടുത്തണം, അതും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ ഒരു പ്രതീക്ഷ എനിക്കുണ്ട്. അതെന്താണെന്നറിയാമോ? കുറച്ച് നാളുകൾക്ക് മുമ്പ് VS സുനിൽകുമാർ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ, ആദ്യം ഈ റിപ്പോർട്ട് വരട്ടെ, റിപ്പോർട്ട് വന്നതിന് ശേഷം എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങളും എൻ്റെ അറിവിലുള്ള കാര്യങ്ങളും ജനങ്ങളോട് പറയുന്നതാണ്. അങ്ങനെയാണ് എങ്കിൽ സുനിൽകുമാർ അത് പറയുമ്പോൾ മാത്രമാണ് ഇക്കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാവുക. അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം ഈ പറയുന്ന അങ്കിത് അശോക് എന്ന് പറയുന്ന ഒരു പോലീസ് കമ്മീഷണറുടെ മുകളിൽ എല്ലാ കാര്യങ്ങളും ഏറെക്കുറെ എല്ലാ ഉത്തരവാദിത്വവും ഏൽപ്പിച്ചുകൊണ്ട് ഇത് അവസാനിപ്പിക്കും എന്നുള്ള കാര്യത്തിലുള്ള സംശയമില്ല. അങ്ങനെ ഒരു റിപ്പോർട്ടായിരിക്കും അജിത് കുമാർ സമർപ്പിച്ചിട്ടുണ്ടാകുക. ഒരു കാര്യമുണ്ട് കേട്ടോ, വളരെ രസകരമായൊരു കാര്യം. അതായത് ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ ദിവസം, ആ ഡേയിൽ അജിത് കുമാർ അവധിയായിരുന്നു, ഔദ്യോഗികമായി അവധിയായിരുന്നു. തൃശ്ശൂരിലുണ്ട്. അദ്ദേഹത്തിന്റെ ക്ഷേത്ര ദർശനം നടത്തി. അതൊന്ന് ആലോചിച്ച് നോക്കൂ അരുണേ, ഈ പറയുന്ന കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ കൂട്ടമായി വരുന്നൊരു സ്ഥലം ഏതാണ്? പൂരമാണ്. അങ്ങനൊരു സ്ഥലത്ത് വലിയൊരു പൂരം, ഏതാണ്ട് 30 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന വലിയൊരു പൂരം നടക്കുന്ന 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിച്ച് ഒരു സ്ഥലത്ത് സംഘടിക്കുന്ന ഒരു സ്ഥലത്ത് അങ്ങനെ ഒരു പരിപാടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാന ചുമതലയുടെ ഉത്തരവാദിത്തമുള്ള ഒരാൾ അവധിയെടുത്തിരിക്കുന്നു എന്ന് പറയുന്നത് വളരെ നിഗൂഢമാണ്. അദ്ദേഹം പക്ഷേ അവിടെ ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല, ക്ഷേത്രാരാധനയ്ക്ക് ശേഷം അദ്ദേഹം ഈ ക്രമസമാധാന പ്രശ്നങ്ങളൊക്കെ ഒന്ന് വിലയിരുത്തിയിട്ട് കൂടി ഉണ്ടെന്ന് കൂടി ഈ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളതായിട്ടാണ് ഞാൻ അറിയുന്നത്. എന്തായാലും ഞാൻ അവസാനിപ്പിക്കുന്നു. ഈ
പറയുന്ന ദത്താത്രേയ ഹൊസബോള അജിത് കുമാർ കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ അറിയുമ്പോൾ മാത്രമേ ഈ പറയുന്ന തൃശ്ശൂർ പൂരം എങ്ങനെയാണ് കലങ്ങിയത് എന്നുള്ളതിൻ്റെ യഥാർത്ഥ വസ്തുതകൾ പോയെന്നാണ് ചോദ്യം. തീർച്ചയായും അങ്കിതിൽ അവസാനിക്കാനേ സാധ്യതയുള്ളൂ എന്നാണ് നമ്മൾ തുടക്കം മുതൽ തന്നെ കരുതിയിരുന്നത്. കാരണം അങ്കിതിന് മുകളിൽ ഏതെങ്കിലും തരത്തിലൊരു ഗൂഢാലോചനയുണ്ടെന്ന് പറഞ്ഞാൽ കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനെ, പോലീസിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ഒരു റിപ്പോർട്ട് ക്രമസമാധാനത്തിന്റെ ചുമതലയുള്ള ADGP സമർപ്പിക്കുമെന്ന് നമുക്ക് കരുതുക വയ്യല്ലോ. വളരെ സ്വാഭാവികമാണ്. ഒറ്റ ചോദ്യമേ ഉള്ളൂ, ഗൂഢാലോചനയുണ്ടോ എന്നൊരു ചോദ്യമുണ്ടെങ്കിൽ ആ ഗൂഢാലോചനയുണ്ട് എന്നാണ് ഉത്തരമെങ്കിൽ കേരളത്തിലെ ആഭ്യന്തര വകുപ്പും തൃശ്ശൂരിലെ ജില്ലാ പോലീസ് കമ്മീഷണറും ആ ജില്ലാ പോലീസ് കമ്മീഷണറെ നിയന്ത്രിച്ചിരിക്കുന്ന ക്രമസമാധാനത്തിന് ചുമതലയുള്ള ADGP അടക്കം ആ ഗൂഢാലോചനയിൽ പ്രതിസ്ഥാനത്ത് വരും. കാരണം ഈ പ്രശ്നം ആരംഭിക്കുന്നത് പ്രേക്ഷകർ മനസ്സിലാക്കുന്നത് പോലെ പോലീസിൽ മാത്രമല്ല, പോലീസിന് മുമ്പ് തന്നെ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഈ ദത്താത്രേയ ഹൊസബോളയുമായുള്ള കൂടിക്കാഴ്ചയും തൃശ്ശൂർ പൂരവും തമ്മിലുള്ള ബന്ധം എനിക്കതിൽ വ്യക്തത വരാത്തതുകൊണ്ടും ഞാനത് തമ്മിൽ ബന്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതിനൊരു കാരണമുണ്ട്. കാരണം ഒന്ന്, RSS ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൻ്റെ ചടങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനെ രാഷ്ട്രീയമായ ഒരു നേട്ടത്തിനു വേണ്ടി ഉപയോഗിക്കും എന്നെനിക്ക് കരുതുക വയ്യ. പക്ഷേ RSS ആ തെരഞ്ഞെടുപ്പിൻ്റെ സ്ട്രാറ്റജി നിശ്ചയിച്ചിട്ടുണ്ട്. ആ സ്ട്രാറ്റജിയിൽ ഞാൻ പറഞ്ഞത് BJP അല്ല, കൃത്യമായും RSSന്റെ സർസംഘചാലകാകാൻ പോകുന്ന RSSന്റെ നമ്പർ 2 ആയ ജനറൽ സെക്രട്ടറിയായ ഹൊസബോളയെ നേരിട്ട് ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ ഒരു ഇടപെടലിന് വളരെയധികം ലെഫ്റ്റ് ലോയലായി തന്നെ നിൽക്കുന്ന, പിണറായി വിജയനു വേണ്ടി ഈ സ്വപ്നയുടെ വിഷയത്തിലടക്കം ഇടപെട്ടിരിക്കുന്ന അജിത് കുമാറുമായി ഏതെങ്കിലും ഒരു തരത്തിൽ, ഇനി അങ്ങനെ ഒരു തീരുമാനമുണ്ടെങ്കിൽ പോലും അത്ര വിശ്വാസ്യതയില്ലാത്ത RSSൻ്റെയൊക്കെ നീക്കങ്ങളെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഉണ്ണി ബാലകൃഷ്ണൻ ഈ RSSന് വളരെ ഹോൾഡുള്ള, വളരെ വിശ്വാസമുള്ള ഒരു സിവിൽ സർവീസ് സ്ലീപ്പർ സെൽ സംവിധാനം ഇന്ത്യയിലെ പോലീസിങ്ങിലുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഘട്ടത്തിൽ അജിത് കുമാറിനെ അതിന് നിയോഗിക്കുമെന്നോ അജിത് കുമാറുമായി അത്തരമൊരു ചർച്ച ഹൊസബോളെ നടത്തുമെന്നോ ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അജിത് കുമാറിൻ്റെ ട്രാക്ക് റെക്കോർഡ് ഏതെങ്കിലും തരത്തിൽ RSSന് അനുകൂലമായൊരു ട്രാക്ക് റെക്കോർഡാണെന്ന് ഞാൻ കരുതുന്നില്ല. മാത്രമല്ല ആ വിഷയത്തിലെല്ലാം സ്വപ്ന സുരേഷിനെ ഏറ്റവും ഒടുവിൽ നിയമിക്കുന്നത് തന്നെ പ്രേക്ഷകർക്കറിയാവുന്നതുപോലെ HDRS എന്ന് പറയുന്ന ഒരു സംഘടന മറ്റുമാണ്. ഈ RSSൻ്റെ സംഘപരിവാറിൻ്റെ ഒരു കുടുംബത്തിൽ തന്നെ പെട്ടിരിക്കുന്ന ഒരു സംഘടനയാണ് സ്വപ്ന സുരേഷിന് അഭയം നൽകുന്നതും അവിടെ നിന്നാണ് അന്ന് വെളിപ്പെടുത്തൽ നടത്തുന്നതും ആ ഘട്ടത്തിൽ അജിത് കുമാർ ഇടപെടുന്നതും PS സരിത്തിനെ പിടിക്കാൻ പോകുന്നതുമെല്ലാം ആ ഘട്ടത്തിലാണ്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ RSSന് സർവ്വസമ്മതനാണെന്നോ RSS ഇത്തരം ഒരു വിഷയം പ്ലാൻ ചെയ്യാൻ അജിത് കുമാറിനെ നിയോഗിക്കുമെന്നോ എനിക്ക് കരുതുക വയ്യ. അതാണ് ഒരു പോയിന്റ്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ വിഷയം തുടങ്ങുന്നത് യഥാർത്ഥത്തിൽ ആ ദിവസമല്ല. 2023 ഡിസംബർ മാസത്തിൽ നമ്മൾ അധികം ചർച്ച ചെയ്തൊരു വിഷയമുണ്ട്. കൊച്ചിൻ ദേവസ്വം ബോർഡ് ഈ പൂരം എക്സിബിഷൻ ഗ്രൗണ്ടിൻ്റെ തറവാടക 2,20 ലക്ഷമാക്കി മാറ്റാൻ നിശ്ചയിക്കുന്നു. 39 ലക്ഷമായിരുന്ന പൂരം എക്സിബിഷൻ്റെ തറവാടക. അന്ന് പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വം ബോർഡ് ഒരു തീരുമാനമെടുത്തു. ഇത്തവണ പൂരം ആചാരപരമായി മാത്രമായിരിക്കും നടത്താൻ പോകുന്നത്. അന്നൊരു വലിയ ചർച്ച നടന്നു. അന്ന് ആ ചർച്ച നടന്നപ്പോൾ ആ വിഷയത്തിൽ ഇടപെട്ടത് എനിക്ക് നേരിട്ടറിയാം. അന്ന് റവന്യൂ വകുപ്പ് മന്ത്രിയായിരുന്ന K. രാജനാണ്. K. രാജൻ നേരിട്ട് മുഖ്യമന്ത്രിയെ കണ്ട് ഈ വിഷയം കൈവിട്ടു പോകുമെന്നും കൊച്ചിൻ ദേവസ്വം ബോർഡ് ഇങ്ങനൊരു നിലപാടെടുക്കുകയാണെങ്കിൽ പൂരം തുടക്കത്തിൽ തന്നെ ബുദ്ധിമുട്ടിലാവുമെന്ന് അറിയിച്ചു. അപ്പോൾ കൊച്ചിൻ ദേവസ്വം ബോർഡ് എടുത്തൊരു തീരുമാനം ഈ തെരഞ്ഞെടുപ്പിൻ്റെ പൂരത്തിൻ്റെ ആദ്യഘട്ടത്തിൽ വലിയ ലോസരമുണ്ടാക്കി. പക്ഷേ അതിനുശേഷം മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെടുന്നു, K. രാജൻ ഇടപെടുന്നു, ഓഫീസ് ഇടപെട്ട് തറവാടകയുടെ കാര്യത്തിലുള്ള പ്രശ്നം അവസാനിപ്പിക്കുന്നു. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട വിഷയമായി നിൽക്കുന്നു. രണ്ടാമത്തത്, ഇന്ന് പാറമേക്കാവിൻ്റെ ദേവസ്വം സെക്രട്ടറി നമ്മളോട് പറഞ്ഞല്ലോ രാജേഷ്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പുറത്തിറക്കിയ ഉത്തരവും ഫോറസ്റ്റിലെ ഉദ്യോഗസ്ഥന്മാർ ചില NGOകളുമായി ചേർന്ന് ഈ പൂരം കലക്കാനുള്ള ശ്രമം നടത്തി. ഈ ആനയുമായി ബന്ധപ്പെട്ട് ആനയും ആൾക്കാരും നിൽക്കുന്നതും ആനയുടെ പൂരത്തിൽ ആനയെ പ്രദർശിപ്പിക്കുന്നത് ആനയുടെ അളവെടുക്കൽ, ഇത്തരം കാര്യങ്ങളിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പുറപ്പെടുവിച്ച ചില ഉത്തരവുകൾ, അത് കോടതി ഉത്തരവുകളെ തുടർന്നാണെന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പറയുമ്പോഴും ഒരിക്കലും ഈ പൂരം നടത്താനാവാത്ത വിധം കർശനമായ നടപടികൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് സ്വീകരിച്ചു എന്ന് പാറമേക്കാവ് പറയുന്നു. പാറമേക്കാവിന് ഇങ്ങനെ ഒരു ഗൂഢാലോചനയിൽ അജിത് കുമാറുമായിട്ടോ പോലീസുമായി ബന്ധപ്പെട്ടല്ല, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഗൂഢാലോചന അന്വേഷിക്കണമെന്നാണ് പാറമേക്കാവിന്റെ ഈ വിഷയത്തിലെ നിലപാട്. അപ്പോൾ ഇത് രണ്ടാമത്തെ ഒരു വിഷയമായി നിൽക്കുന്നു. അപ്പോൾ ഒന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡ്, രണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്. മൂന്നാമതായിട്ടാണ് ഈ ദിവസം 2023 ഈ പൂരത്തിൻ്റെ ഈ പ്രശ്നം നിൽക്കുന്നത്. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ ഈ റിപ്പോർട്ടിൽ തന്നെ പറഞ്ഞു എന്ന് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, 2023 ഇതേ സ്ഥലത്താണ് ബാരിക്കേഡ്, എനിക്കൊന്ന് ഇതിനപ്പുറത്താണ് ബാരിക്കേഡ് വെച്ചിരുന്നത്. അതായത് 2023 ബാരിക്കേഡ് വെച്ച സ്ഥലത്ത് നിന്ന് കുറച്ചുകൂടി അകലെയാണ് ഇത്തവണ ബാരിക്കേഡ് വെച്ചത് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ആ ബാരിക്കേഡ് വെച്ചിരിക്കുന്നതാവട്ടെ ദേവസ്വം ഭാരവാഹികളുമായി ആലോചിച്ചതിന് ശേഷമാണ് താനും.
ഈ വിഷയം ആദ്യം ഉണ്ടാകുന്നത് ആ ബാരിക്കേഡുമായി ബന്ധപ്പെട്ടാണ്. അതിനുശേഷമാണ് ഈ എഴുന്നള്ളത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലൈറ്റ് അണയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട ചില നിലപാടുകൾ അത് സ്വീകരിക്കുന്നത് പോലീസല്ല, ലൈറ്റ് അണയ്ക്കാൻ തീരുമാനിക്കുന്നത് ദേവസ്വമാണ്. എന്നാൽ അതുമായി ബന്ധപ്പെട്ട ആനയ്ക്ക് പട്ട കൊടുക്കുന്ന സമയത്ത് ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടും സർക്കാരുമായിട്ടും കലഹിച്ചു നിൽക്കുന്നു എന്നതോ അതല്ലെങ്കിൽ ഇതിൻ്റെ കൃത്യമായ രീതി അറിയാത്തതുകൊണ്ടോ ആവണം അങ്കിത് ആ വിഷയത്തിൽ വളരെ മോശമായ പ്രതികരണം നടത്തുന്നു. ഞാൻ വിശ്വസിക്കുന്നില്ല ഏതെങ്കിലും ഒരു സിറ്റി പോലീസ് കമ്മീഷണർ കേരളത്തെ തൃശ്ശൂർ പോലെയുള്ള ഒരു നഗരത്തിൽ ഒരു പൂരത്തിന് കലക്കാൻ വേണ്ടി ഇത്രയും ക്യാമറകൾ നിൽക്കെ ഇത്രയും വലിയ ഓഡിറ്റ് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അങ്ങനെ പരസ്യമായി ഇടപെടും എന്ന് കരുതുക വയ്യ എന്നുള്ളത് നമുക്കറിയില്ല. ഞാൻ അതുകൊണ്ട് എൻ്റെ ബോധ്യം മാത്രമാണ് ഞാൻ ഈ പറയുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിലൊരു ഗൂഢാലോചന പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് ഇതിൽ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ ആയിരിക്കില്ല ഉണ്ടാവുക എന്നാണ്. പക്ഷേ എന്നാൽ ഒരു ഭാഗം സുനിൽകുമാർ പറയുന്നത് വളരെ കറക്റ്റാണ്. ആ നിമിഷം ഉറങ്ങിക്കിടക്കുകയായിരുന്ന സുരേഷ് ഗോപി സേവാഭാരതിയുടെ ആംബുലൻസിൽ ആ സ്ഥലത്തേക്ക് ഓടിയെത്തുന്നു. അവിടെ എത്തുന്ന സമയത്ത് വത്സൻ തില്ലങ്കേരി അടക്കം RSSന്റെ പ്രമുഖ നേതാക്കൾ ദേവസ്വം ഭാരവാഹികൾക്കൊപ്പം ഇരുന്ന് ചർച്ച നടത്താൻ വേണ്ടി തുനിയുന്നു. അവിടെ ആദ്യം ഓടിയെത്താനുള്ള അവസരം സുനിൽകുമാറിനും കെ മുരളീധരനും നിഷേധിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുന്നു. ആ വിഷയത്തിൽ സുരേഷ് ഗോപിയുടെ ഇടപെടൽ എല്ലാ മാധ്യമങ്ങളും ലൈവായി കാണിക്കുന്നു. അപ്പോൾ ഇത് തിരഞ്ഞെടുപ്പിന് അനുകൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യം സൃഷ്ടിച്ചുവെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ എന്തു തന്നെയാണെങ്കിലും അതിൻ്റെ വിശദമായ ഒരു റിപ്പോർട്ട് പുറത്തു വരിക എന്നുള്ളത് സർക്കാരിനെ സംബന്ധിച്ച് പ്രതിസന്ധിയിലാക്കുന്ന ഒന്നായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും സമയം വൈകിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാര്യം ഏതു തരത്തിൽ റിപ്പോർട്ട് വന്നാലും സർക്കാർ പ്രതിരോധത്തിലാവും. പോലീസ് തയ്യാറാക്കുന്ന ഒരു റിപ്പോർട്ടിൽ ഗൂഢാലോചനയുണ്ട് എന്ന് പോലീസ് കണ്ടെത്തിയാൽ പോലീസ് അതിൽ സ്വാഭാവികമായും ഒരു ഭാഗമാക്കാകും. ഇനി ഗൂഢാലോചന ഇല്ലെന്ന് കണ്ടെത്തിയാൽ ഇന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നത് പോലെ ഈ ആരോപണം വന്നില്ലെങ്കിൽ പോലും അവർ ജുഡീഷ്യൽ അന്വേഷണം അടക്കം ആവശ്യപ്പെടും. ഇതൊരു ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടാൽ പോലും ഇതിലെ വസ്തുതകൾ പുറത്തു വരും എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. കാരണം ഇതിൻ്റെ കൺസേൺഡ് ആയിരിക്കുന്ന പാർട്ടികൾ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന മൊഴികൾ, അതായത് ദേവസ്വം ഭാരവാഹികളാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ മൊഴികൾ കൊടുത്തിരിക്കുന്നത്. ദേവസ്വം ഭാരവാഹികളുടേതല്ലാതെ ഈ കേസിൽ വിശ്വാസയോഗ്യമായ ഏതെങ്കിലും മൊഴികളുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം ഇതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ട് ഈ അന്വേഷണത്തിൽ മൊഴിയെടുത്തിരിക്കുന്നത് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വത്തിൻ്റെ പ്രതികരണങ്ങളാണ്. അതിനും അപ്പുറം സാധാരണക്കാരുടെ ആളുകളുടെ പൂരം കാണാൻ വന്നവരുടെ ഒക്കെ പ്രതികരണങ്ങൾ ഇനി തിരയുക എന്നുള്ളത് ഒരു പക്ഷേ ഏറെ ബുദ്ധിമുട്ടേറിയ ഒന്നായിരിക്കും. അതുകൊണ്ട് ഒരു ജുഡീഷ്യൽ അന്വേഷണമാണെങ്കിൽ രാഷ്ട്രീയ വിഷയം എന്ന നിലയിൽ ഇത് അവതരിപ്പിക്കാമെന്നല്ലാതെ അടുത്ത വർഷം ഈ പൂരത്തിൽ ഇതേപടിയുള്ള ക്രമക്കേടുകൾ സംഭവിക്കാതെ വളരെ കൃത്യമായി അതിനെ ക്രമീകരിക്കുക എന്നതാണ് സർക്കാരിന് മുന്നിലുള്ള വഴി. അതുകൊണ്ട് ഞാനിതിൽ ഒരു വലിയ ഗൂഢാലോചന ഉണ്ട് എന്നുള്ളത് ഈ അന്വേഷണത്തിലൂടെ പുറത്തു വരും എന്ന് കരുതുന്നില്ല. ഇനി ഒരു ജുഡീഷ്യൽ അന്വേഷണം വന്നാലും അങ്ങനെ ഒരു ഗൂഢാലോചന പുറത്തു വരാനുള്ള സാധ്യതയും ഞാൻ കാണുന്നില്ല. അതൊരു CBIക്ക് വിട്ട് അന്വേഷണം കൊണ്ടുവരിക എന്ന് വെച്ചാൽ കുറച്ചുകൂടി അത് രാഷ്ട്രീയമായ വിവാദങ്ങളിലേക്ക് പോകും എന്നതിനും അപ്പുറത്തേക്ക് തിരുവമ്പാടി ദേവസ്വം ഭാരവാഹികളുടെ മൊഴികൾക്കപ്പുറത്തേക്ക് ഈ അന്വേഷണം പോയി എത്തി നിൽക്കാനുള്ള സാഹചര്യവുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്ക് ആ വിഷയത്തിൽ വ്യത്യസ്തമായ അഭിപ്രായമുണ്ടാവും. പക്ഷേ ഈ ഹൊസബുളയുമായുള്ള കൂടിക്കാഴ്ചയും തൃശ്ശൂർ പൂരവും തമ്മിൽ നേരിട്ടൊരു കണക്ഷൻ ഉണ്ടെന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് സംശയിക്കുക വയ്യ എന്നതാണ് എൻ്റെ ടേക്ക് ഈ വിഷയത്തിൽ. പക്ഷേ അങ്കിതിൽ അവസാനിക്കും. ഈ റിപ്പോർട്ട് അങ്കിതിൽ അവസാനിക്കാനേ സാധ്യതയുള്ളൂ. അതിനപ്പുറത്തേക്ക് ADGPക്ക് താൻ കൂടി ഉൾപ്പെട്ടിരിക്കുന്ന പോലീസ് സേന ഗൂഢാലോചനയിൽ പങ്കുചേർന്നു എന്നൊരു റിപ്പോർട്ട് കൊടുക്കുക സാധ്യമല്ല. സ്മൃതി, അങ്കത്തിൽ അവസാനിക്കും. അങ്കത്തിൽ ഇനി എന്താണ് ചെയ്യാനുള്ളത് എന്നുള്ള ചോദ്യം കൂടിയുണ്ട്. അങ്കത്തിനെ ഓൾറെഡി സ്ഥലം മാറ്റിയിരിക്കുന്നു. അതിലപ്പുറം കടക്കാനുള്ള സാധ്യതയും കുറവാണ്. ഇതിൽ ആ സമയത്ത് ആരോപണ വിധേയനായിരുന്നില്ല ADGP എന്നുള്ള കാര്യം ശരിയാണ്. പക്ഷേ ഇതിൽ സമയം നീട്ടി നൽകണം, അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ എന്ന് മുഖ്യമന്ത്രിയെ അദ്ദേഹം സമീപിക്കുന്ന ഘട്ടത്തിൽ വിവാദങ്ങൾ അതിൻ്റെ മൂർധന്യത്തിലെത്തി നിൽക്കുന്നു. ആ സമയത്തേക്കും ADGP പ്രതിക്കൂട്ടിലായിട്ടുണ്ട്. ആ സമയത്ത് നിങ്ങൾ ഇത് അന്വേഷിക്കേണ്ടതില്ല, മറ്റൊരു അന്വേഷണം വേണമെന്നൊരു ആലോചനയിലേക്ക് മുഖ്യമന്ത്രി പോയില്ല. ഇദ്ദേഹം തന്നെ, അതായത് ആരോപണ വിധേയൻ തന്നെ ആ റിപ്പോർട്ട് പൂർത്തിയാക്കട്ടെ എന്ന് തീരുമാനിക്കുകയായിരുന്നു. ഇപ്പോൾ 600 പേജുണ്ട് ആ റിപ്പോർട്ടെന്നാണ് പറയുന്നത്. ആ റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണല്ലോ പുറത്തു വന്നിട്ടുള്ളത്. ആ കാര്യങ്ങൾ സ്വീകാര്യമല്ല എന്ന CPI മുന്നണിയിലെ രണ്ടാമത്തെ കക്ഷി തന്നെ പറയുകയാണ്. സ്വീകാര്യമല്ല, ഗൂഢാലോചനയുണ്ട്, ബാഹ്യ ഇടപെടലുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ് എന്ന് പറയുന്നു. ഇതാരാണ് പറയുന്നത്? VS സുനിൽകുമാർ. VS സുനിൽകുമാർ തൃശ്ശൂർക്കാരനാണ്. തൃശ്ശൂർ പൂരം കാലങ്ങളായി നടത്തുന്നത് എങ്ങനെയാണെന്ന് കണ്ടിട്ടുള്ളതാണ്. അന്നത്തെ ദിവസം നോക്കൂ, 21 പുലർച്ചെ 3 മണിക്ക് നടക്കേണ്ട വെടിക്കെട്ടിന് തിരക്ക് നിയന്ത്രിക്കാൻ 10 മണിക്ക് തന്നെ ബാരിക്കേഡ് കെട്ടുകയാണ്. ഇതുവരെ സംഭവിക്കാത്ത കാര്യമാണ്. അങ്ങനെ അടച്ചോടുകൂടിയാണ് പ്രശ്നം തുടങ്ങുന്നത്. അത് സ്വരാജ് റൗണ്ട്, തെക്കിൻകേട് മൈതാനം എല്ലാം കൊട്ടിയടച്ച് പ്രവേശനം പൂർണ്ണമായും പോലീസ് തടയുന്നു. രാത്രിപൂരം കാണാനെത്തിയവർക്ക് ഭൂരിഭാഗം പേർക്കും അങ്ങോട്ടേക്ക് പോകാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കുന്നു. സാധാരണ പുലർച്ചെ 3 വെടിക്കെട്ടിന് 2 മണിക്ക് മാത്രമേ അങ്ങനെ ബാരിക്കേഡ് കെട്ടാറുള്ളൂ. അത് 10 മണിക്ക് തന്നെ തടസ്സപ്പെടുത്തുകയാണ്. തിരുവമ്പാടി ഭാഗത്തുനിന്ന് വടക്കുനാഥ ക്ഷേത്രത്തിലുള്ള എല്ലാ വഴികളും അടച്ചു. അപ്പോൾ തിരുവമ്പാടി ഭഗവതിയുടെ എഴുന്നള്ളിപ്പ് പഞ്ചവാദ്യം തടസ്സപ്പെടുന്നു. ജനക്കൂട്ടം അതിന് ചോദ്യം ചെയ്യുമ്പോൾ പോലീസ് ലാത്തി വീശുന്നു. പോലീസിനെതിരെ തിരുവമ്പാടി
തിരുവമ്പാടി ദേവസ്വം പരാതിപ്പെട്ടു, പക്ഷേ നടപടിയുണ്ടായില്ല. ഇതോടെ തിരുവമ്പാടി ദേവസ്വം എഴുന്നള്ളിപ്പും പഞ്ചവാദ്യവും പാതിവഴി ഉപേക്ഷിക്കുകയായിരുന്നു. 9 ആനകളെ ഉൾക്കൊള്ളിച്ച് നടക്കേണ്ടിയിരുന്ന എഴുന്നള്ളിപ്പിൽ ഒരാനയെ മാത്രം അന്ന് എഴുന്നള്ളിച്ചു. അതൊക്കെ ആ സമയത്ത് നമ്മൾ തത്സമയം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, താങ്കൾക്ക് മനസ്സിലായില്ല എന്ന് പറയുന്ന കാര്യം, അന്ന് ആ കമ്മീഷണർ അവിടെ കടന്ന് ബഹളം വയ്ക്കുകയും ആ പട്ട കൊണ്ടുവരുമ്പോൾ ചീത്ത വിളിക്കുന്നൊക്കെ ആ ദൃശ്യങ്ങളടക്കം അന്ന് പുറത്തു വന്നതാണ്. മാത്രമല്ല, ഇന്നിപ്പോൾ ചർച്ചയിൽ സംസാരിക്കുമ്പോൾ കെ മുരളീധരൻ പറയുന്നുണ്ട്, അവിടെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളൊക്കെ പൂരം കാണാൻ CP ജോണിനെയൊക്കെ പോലുള്ള ആളുകളൊക്കെ അവിടെ വന്ന് നിൽക്കുമ്പോൾ രാഷ്ട്രീയ നേതാവാണ് എന്ന് പറയുമ്പോഴും അദ്ദേഹത്തെ അടക്കം മോശം ഭാഷയിൽ ചീത്ത വിളിച്ചുകൊണ്ട് ഇത് ഈ എന്താണ് ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് തള്ളി മാറ്റുന്ന രീതിയിലേക്ക് പോലീസ് പെരുമാറുകയാണ്. അപ്പോൾ ഇതൊക്കെ അവിടെ സംഭവിക്കുമ്പോൾ തൃശ്ശൂരിലുണ്ടായിരുന്ന ADGP ഹോട്ടൽ മുറിയിൽ വാതിലടച്ചിട്ട് ഇരിക്കുകയാണെങ്കിലും അദ്ദേഹം അറിയാതിരിക്കില്ലല്ലോ. ഉറപ്പായിട്ടും അറിയുമല്ലോ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ. അപ്പോൾ അങ്ങനെ സംഭവിക്കുന്നു. പിന്നെ ഈ പറയുന്ന സുരേഷ് ഗോപി വന്നത് ആംബുലൻസിൽ വരുന്നു, സേവാഭാരതിയുടെ ആംബുലൻസിൽ. മൃതദേഹങ്ങൾ കൊണ്ടുപോകുന്ന ആംബുലൻസുമായിട്ട് എങ്ങനെയാണ്, വിശ്വാസം ആണല്ലോ പ്രധാനമായും BJP വരുന്നത്, എങ്ങനെയാണ് അകത്തേക്ക് വരിക എന്ന് കെ മുരളീധരൻ ചോദിക്കുകയാണ്. മാത്രമല്ല, ആ ആംബുലൻസിന് പൂർണ്ണമായും പോലീസ് അകമ്പടിയാണ്. പോലീസ് അകമ്പടിയോടുകൂടിയാണ് ആ ആംബുലൻസ് അകത്തേക്ക് കയറി വരുന്നത്. ഇതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത്? രാത്രി ഈ 3 നേതാക്കളും, ഈ മുരളീധരനായാലും സുനിൽകുമാർ അടക്കമുള്ളവർ സംസാരിച്ച് ചർച്ച നടത്തിയിട്ടൊക്കെയാണ് അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടന്നത്. അപ്പോഴേക്കും അതിൻ്റെ എല്ലാ വിവാദങ്ങളും ആ രൂപത്തിൽ പുറത്തേക്ക് വന്നു കഴിഞ്ഞു. ആ സമയത്തൊക്കെ അവിടെയുള്ള ADGP അതിൽ ഒന്നും ചെയ്തില്ല എന്നതിൽ അസ്വാഭാവികതയുണ്ട്. അതുകൊണ്ടാണ് 1 കൊല്ലം മുമ്പുള്ള ചർച്ച എങ്ങനെ പിന്നീട് അത് പ്രാവർത്തികമാക്കുന്നത്. പൂരം കലക്കി കളയാമെന്ന രൂപത്തിൽ ചർച്ച ചെയ്തു എന്നായിരിക്കില്ല, പക്ഷേ എങ്ങനെ ഞങ്ങൾക്കിവിടെ ഒരു സീറ്റ് നേടാമെന്നുള്ള ചർച്ചകളിൽ ഒരുപക്ഷെ നടന്നിട്ടുണ്ടാകാം. സംശയിക്കാൻ ഉള്ള കാര്യങ്ങൾ അവിടെ നിൽക്കുന്നു. മാത്രമല്ല, ഇതിലിപ്പോൾ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെടുന്ന ഈ പൂരം വിഷയം അത് ശക്തമായി തന്നെ ഉന്നയിക്കുന്നു. ഇനിയിപ്പോൾ ഉപതെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കുകയാണ്. ഈ ഉപതെരഞ്ഞെടുപ്പിലെ പ്രധാന വിഷയമായി പൂരം വരുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കോൺഗ്രസ് അത് ശക്തമായി ഉന്നയിച്ചു കഴിഞ്ഞു. UDF ഇത് സമരത്തിലേക്ക് പോവുകയാണ് ആ വിഷയത്തിൽ. നോക്കൂ, CPIക്ക് ഇതിൽ കൃത്യമായ നിലപാടുണ്ട്. ഈ ADGP, എനിക്കതിൽ മനസ്സിലാവാത്തൊരു കാര്യം, VS സുനിൽകുമാർ ആണല്ലോ ഈ വിഷയത്തിൽ പൂരത്തിൽ പ്രതികരിക്കുന്നത്. ADGP റിപ്പോർട്ട് സമർപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ ആരോപണ വിധേയനായ ADGP RSS കൂടിക്കാഴ്ചയിൽ അതിശക്തമായ പ്രതികരണം നടത്തുന്നത് CPI ആണ്. പക്ഷേ ഈ ADGPയുടെ റിപ്പോർട്ട് ഞങ്ങൾക്ക് സ്വീകാര്യമല്ല എന്നൊരു നിലപാട് ആ ഘട്ടത്തിൽ VS സുനിൽകുമാർ എടുത്തിട്ടില്ല. ആ റിപ്പോർട്ട് വരട്ടെ എന്നാണ് പറഞ്ഞത്. ആ റിപ്പോർട്ട് വന്നു കഴിയുമ്പോൾ റിപ്പോർട്ടിനെ തള്ളുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞതുപോലെ, കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ, ചില കാര്യങ്ങൾ ഞാൻ പുറത്തേക്ക് പറയും എന്നുള്ള പുറത്തേക്ക് പറയൽ ഇനി ഉണ്ടാകുമോ? അതാണ് അറിയേണ്ടത്. CPIക്ക് ഈ കാര്യത്തിലുള്ള നിലപാട് എന്നുള്ളത് പ്രധാനമാണ്. കാരണം അവിടെ പരാജയപ്പെട്ടത് CPI ആണ്. കാരണം മുരളീധരൻ തന്നെ പറയുന്നു, ഞാൻ പരാജയപ്പെട്ടത് പൂരം കാരണമല്ല, അതിലപ്പുറം രാഷ്ട്രീയ കാരണങ്ങളുണ്ട്, കോൺഗ്രസിൻ്റെ വീഴ്ചകളുണ്ട്, എന്നെ അവിടെ ഉന്തിത്തള്ളി കൊണ്ടുവരികയായിരുന്നു, ഞാൻ അവിടെ രക്ഷപ്പെടുകയായിരുന്നു എന്ന് പറയുന്നുള്ളൂ. അപ്പോൾ പരാജയം സംഭവിച്ചിരിക്കുന്നത് CPIക്കാണ്. ഇടതുപക്ഷം അവിടെ തോൽപ്പിക്കപ്പെട്ടത് എങ്ങനെ എന്നുള്ള പരിശോധന ആര് നടത്തും? ഇപ്പോൾ ADGP RSS കൂടിക്കാഴ്ച സാങ്കേതികമായി അന്വേഷിക്കാനാണ്. DGP ആണോ അത് അന്വേഷിക്കേണ്ടത്? DGP അന്വേഷിച്ചു കഴിഞ്ഞിട്ടത് വ്യക്തിപരമായ കൂടിക്കാഴ്ച എന്ന് പറഞ്ഞത് അവിടെ അവസാനിക്കുകയാണ്. അത് തന്നെയാണ് ഇന്റലിജൻസ് റിപ്പോർട്ടും ഉള്ളത്. അത് അവസാനിക്കുമെങ്കിൽ അതാണോ രാഷ്ട്രീയമായ ഒരു ആലോചനയും രാഷ്ട്രീയമായ ഒരു വിമർശനവും മുഖ്യമന്ത്രിക്ക് അതിലില്ല. മുഖ്യമന്ത്രി എൻ്റെ ഇടനിലക്കാരനല്ല എന്നൊരു കാര്യം മാത്രമായി ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ പറയുന്നുള്ളൂ. അതിലപ്പുറം ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ RSSുമായുള്ള തൻ്റെ കീഴിലുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ RSSുമായുള്ള കൂടിക്കാഴ്ച, അതും ഇത്രയും ആരോപണ വിധേയനാകുമ്പോൾ, അതായത് ഇടത് സ്ഥാനാർത്ഥി അവിടെ പരാജയപ്പെട്ടതിൻ്റെ കാരണം എന്ന് പറയുമ്പോൾ അതിലൊരു പരിശോധന വേണ്ട എന്ന് മുഖ്യമന്ത്രി തീരുമാനിക്കുന്നതിൽ എന്തോ ഉണ്ട്. ആ എന്തോ ഉള്ളത് ആര് കണ്ടുപിടിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല. രാഷ്ട്രീയ കാര്യങ്ങൾ പരിശോധിക്കുമെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. രാഷ്ട്രീയ കാര്യം മുഖ്യമന്ത്രി പറയണ്ടേ അത് പരിശോധിക്കുമെന്ന്? എങ്ങനെയാണ് പരിശോധിക്കുക? ഈ DGP അന്വേഷിച്ചു എന്ത് റിപ്പോർട്ടാണ് വരിക? അല്ല, അത് ഇടതുമുന്നണിയല്ലേ രാഷ്ട്രീയമായി പരിശോധിക്കും. മുഖ്യമന്ത്രി ബാക്കി എല്ലാ കാര്യങ്ങളും, പാർട്ടിയുടെ എല്ലാ കാര്യങ്ങളും പറയുന്നില്ലല്ലോ. അല്ല, അതെങ്ങനെയാ CPIയിലെ ഒരു CPI ഇടതുമുന്നണിയിൽ ഉന്നയിച്ച് ഇപ്പോൾ കോൺഗ്രസിന്റെ ഒരു സമിതി ഉണ്ടായിരുന്നല്ലോ, കോൺഗ്രസിന്റെ പരാജയത്തെക്കുറിച്ച് പഠിക്കാൻ. നമ്മൾ ആ റിപ്പോർട്ടിനെ കുറിച്ച് കേട്ടിട്ടില്ല. ആ റിപ്പോർട്ട് പുറത്ത് വന്നോന്ന് എനിക്കറിയില്ല. നമ്മൾ ആ റിപ്പോർട്ട് വരുന്നു എന്നാണ് മനസ്സിലായത്. നമ്മൾ കേട്ടിട്ടില്ല. റിപ്പോർട്ട് ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ആ റിപ്പോർട്ടിനെ കുറിച്ച് പഠിക്കാൻ തീരുമാനിച്ചു. അവിടെ നടന്ന സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടു. പക്ഷേ CPI ആണ് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പരാജയപ്പെട്ടതിന്റെ അന്വേഷണം വേണമെന്ന് ഇടതുമുന്നണിയിൽ ആവശ്യപ്പെടേണ്ടത്. അങ്ങനെ ഇടതുമുന്നണി ആവശ്യപ്പെട്ടിട്ടില്ല. ADGP RSS കൂടിക്കാഴ്ച അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടല്ലോ. അതിന്മേൽ എന്താണ് തീരുമാനമുണ്ടായിട്ടുള്ളത്? അത് അന്വേഷിക്കുകയാണ് ഈ DGP അന്വേഷണത്തിന്. DGP ആണ് അന്വേഷിക്കുന്നത്. DGP എന്താണ് അന്വേഷിക്കുക? അല്ല, നോക്കൂ, രാഷ്ട്രീയ കാര്യങ്ങളിലേക്ക് DGPയുടെ അന്വേഷണം പോകുമോ? നമ്മൾ ആ ചർച്ചയിൽ പറഞ്ഞതുപോലെ രാഷ്ട്രീയമായൊരു തീരുമാനമാണ് ഉണ്ടാകേണ്ടിയിരുന്നത്. രാഷ്ട്രീയമായൊരു പ്രതികരണം മുഖ്യമന്ത്രിയിൽ നിന്ന് ഉണ്ടായിട്ടില്ല. അതാണ് ഏറ്റവും സംശയകരമായ കാര്യം. അത് കറക്റ്റാണ്. അതാണ് ഞാൻ പറയുന്നത്. രാഷ്ട്രീയമായ പ്രതികരണം സാധാരണഗതിയിൽ സംഭവിക്കാറുള്ള രാഷ്ട്രീയ പ്രതികരണം മുഖ്യമന്ത്രിയിൽ നിന്ന് ഇക്കാര്യത്തിലില്ല. എന്റെ ഇടനിലക്കാരനല്ല എന്നൊരൊറ്റ വാദത്തിൽ അത് അവിടെ അവസാനിപ്പിക്കുകയാണ്. അത് സംശയകരമാണ്. രാഷ്ട്രീയ ചർച്ചകൾക്ക് ഒരു നിയോഗിക്കുന്ന പതിവ് ഞങ്ങൾക്കില്ല. സംശയകരമാണത്.
അല്ല, അത്തരം സംശയങ്ങൾക്ക് ഇട നൽകുന്നതാണ് ഇതെല്ലാം. അത് നമുക്ക് അഫർമേറ്റീവായിട്ട് പറയാൻ കഴിയും. ഏതായാലും അങ്കിതിൽ അവസാനിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. പക്ഷേ അതിൽ CPIയുടെ എതിർപ്പ് ഏതറ്റം വരെ പോകുമെന്നുള്ളതാണ് ഇനി കാണേണ്ടത്. കാത്തിരുന്ന് കാണാം. അങ്കിതിൽ അവസാനിക്കുമോ എന്ന ചോദ്യത്തിന് 3 പേരുടെയും അഭിപ്രായം അങ്കിതിൽ അവസാനിക്കും എന്നു തന്നെയാണ്. Meet the editors.